നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന. തിരുവനന്തപുരത്തുള്ള വഴുതക്കാടുള്ള വാടക വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അകത്ത് ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വീടിന്റെ പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ട്. തോക്കേന്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിൽപ്പുണ്ട്. എന്തായാലും അകത്ത് ചോദ്യം ചെയ്യലാണോ, പരിശോധനയാണോ, എന്താണ് നടക്കുന്നതെന്ന് ചോദ്യം ഉയരുകയാണ്. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നിർണായകമായ വിധി മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതായത് ഇഡിക്ക് അന്വേഷണം തുടരാം എന്നൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ വീട്ടിലുള്ള സമയത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്, ഇവിടെ പരിശോധന നടത്തുന്നത്. അദ്ദേഹം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ആ വീട്ടിലുണ്ട്. ഉള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്നാണ്. മാത്രമല്ല പിണറായി വിജയൻ മാത്രമല്ല വീണ വിജയനും വീട്ടിലുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. വിപുലമായ പരിശോധനയിലേക്കും വിപുലമായ തുടർ അന്വേഷണത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണയുടെ മൊഴിയെടുക്കാനാണ് എത്തിയതെന്ന നിഗമനം. കഴിഞ്ഞ ദിവസം ഹർജിയിൽ ഹൈക്കോടതി നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് വിവരം. CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളാണ്, കേരളത്തിലെ 12 ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു. ബാക്കി ഇടങ്ങൾ എവിടെയാണെന്ന് വ്യക്തതയില്ല. കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് കണ്ണൂരും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 12ഓളം ഇടങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലാണ് ED ഇപ്പോൾ പരിശോധന നടത്തുന്നത്. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സൂചന കിട്ടുന്നത്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി അത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡുമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ വീട്ടിലേക്ക്, ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അറിഞ്ഞതുപോലെ അദ്ദേഹം വാടക വീട്ടിലാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടരുകയായിരുന്നു. നേരത്തെ തന്നെ വഴുതക്കാട് വാടക വീടെടുത്തിരുന്നു. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം തന്നെ ആകുമെന്ന പ്രഖ്യാപനം വന്നത്. എന്തായാലും ആ വാടക വീട്ടിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. മാത്രമല്ല രാഷ്ട്രീയ വിദഗ്ധർ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത് ഈ കേസ് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയൻ പ്രതിയാകുകയും അദ്ദേഹം അറസ്റ്റിലാകുകയും ചെയ്യുന്നതൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് BJP നേതാവ് ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ കേസിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുഗമമായ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ശരിയായ രീതിയിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിണറായി വിജയൻ അറസ്റ്റിലാകും. പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാണ് എന്നാണ് ഷോൺ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം ശരിവയ്ക്കപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ പിണറായിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ചോദ്യവും കൂടി ബാക്കിയാവുകയാണ്. മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയ ആശ്വാസമാകുന്ന വിധി വന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ വിധി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനി ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. ED അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് CMRL കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. നേരത്തെ ഇതേ കേസിൽ ചില ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പുതിയ ഉത്തരവോടെ ഈ തടസ്സവും നീങ്ങും. കമ്പനി ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി
കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിധി വന്നതോടെ CMRL MD ശശിധരൻ കർത്തെ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ED വീണ്ടും സമൻസ് അയക്കും. മാത്രമല്ല, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വിവരം, പിണറായി വിജയന്റെ വീട്ടിൽ മാത്രമല്ല CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും ED എത്തിയിരിക്കുന്നു. അവർ പരിശോധന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കവെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. IT സേവനങ്ങൾ നൽകാതെ തന്നെ CMRL കമ്പനി വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്ക് 1 കോടി രൂപ നൽകിയത് എന്തിനാണെന്ന പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ പണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണോ എന്നും രാഷ്ട്രീയ സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള സംശയവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. ഇതൊരു സാധാരണ ബിസിനസ് കരാറാണെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അതിനാൽ EDയുടെ സമാന്തര അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു കമ്പനി കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണത്തിന്റെ ഉറവിടം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് EDയുടെ പ്രതീക്ഷ. നേരത്തെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു. എന്നാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനേക്കാൾ ഈ കോടികളുടെ കൈമാറ്റത്തിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലംഘനമുണ്ടെന്ന വിലയിരുത്തലാണ് ED കേസുമായി മുന്നോട്ട് പോയത്. EDക്ക് പുറമെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഈ കേസിൽ സമാന്തരമായി ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം തങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഘട്ടത്തിലാണ് CMRL കമ്പനിയും അതിന്റെ 4 മുൻനിര ഉദ്യോഗസ്ഥരും ED നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ED സമൻസുകൾ അയക്കുന്നത് തടയാനും കേസ് നടപടികൾ മരവിപ്പിക്കാനുമായിരുന്നു കമ്പനിയുടെ നീക്കം. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കേസിൽ കള്ളപ്പണ ഇടപാടുകളുടെ ലക്ഷണങ്ങളുണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവിക നടപടികളിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജികൾ തള്ളിയത്. ഈ കോടതി ഉത്തരവോടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്പനി ഉയർത്തിയ നിയമപരമായ പ്രതിരോധങ്ങളെല്ലാം തകർന്നു. അനാലിസിസ് ശൈലിയിൽ പരിശോധിച്ചാൽ ഈ കോടതി വിധി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPMനും വലിയ രാഷ്ട്രീയ ആയുധമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് രാഷ്ട്രീയ വേട്ടയാടലെന്ന് പറഞ്ഞ് പ്രതിരോധിച്ചിരുന്ന കേസിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന കോടതി നിലപാട് ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഭരണമാറ്റത്തിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള ED നീക്കങ്ങൾക്ക് നിയമപരമായ സാധ്യത കിട്ടുന്നത് ഇടത് സൈബർ കേന്ദ്രങ്ങളുടെ എല്ലാ മുൻവാദങ്ങളും പൊളിക്കുന്നതാണ്. CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കുന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണം പോയതിന്റെ ഡിജിറ്റൽ തെളിവുകളും കരാറുകളുടെ വ്യാജ സ്വഭാവവും EDക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളുടെ സ്രോതസ് വ്യക്തമാക്കാൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. വീണ വിജയന് പുറമെ CMRL നിന്ന് പണം കൈപ്പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും വരും ദിവസങ്ങളിൽ ED അന്വേഷണം വ്യാപിപ്പിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.